കോഴിക്കോട് പൊയിൽക്കാവിൽ നിർത്തിയിട്ടിരുന്ന വൈദ്യുത സ്കൂട്ടറിന് തീപിടിച്ചു. പൊയിൽക്കാവ് സ്വദേശി പ്രകാശൻ എന്നയാളുടെ സ്കൂട്ടറിനാണ് തീപിടിച്ചത്. ദൃശ്യങ്ങൾ കാണാം. റിയാസ് വിവരങ്ങൾ നൽകാൻ നമ്മോടൊപ്പം ചേരുന്നു. റിയാസ് കെ.എം.ആർ, പൊയിൽക്കാവ് സ്വദേശി പ്രകാശിന്റെ സ്കൂട്ടറിന് തീപിടിച്ചു. പൊയിൽക്കാവ് സ്വദേശിയായിട്ടുള്ള പ്രകാശിന് വല്ലതും പറ്റിയോ? പ്രകാശനൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ പ്രകാശൻ പരിസരത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ്. അവിടെ ആ ഗേറ്റിനരികിൽ നിർത്തിയിട്ട സ്കൂട്ടറിന് പെട്ടെന്ന് ഇലക്ട്രിക് സ്കൂട്ടറായിരുന്നു. ഇന്ന് രാവിലെ അതിൽ നിന്ന് പൊടുന്നനെ പുക ഉയരുകയായിരുന്നു. പുക ഉയർന്നോടൻ തന്നെ അതിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉടൻ തന്നെ വീടിന് സമീപത്തായതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വെള്ളം ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. പക്ഷേ വലിയൊരു നാശനഷ്ടം കേടുപാടുമാണ് സ്കൂട്ടറിന് സംഭവിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് തീപിടിക്കുന്നത് ഏറെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് വലിയൊരു ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇലക്ട്രിക് സ്കൂട്ടറുകളെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. മാത്രമല്ല, മറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്കൊക്കെ തീപിടിക്കുന്ന വാർത്തകൾ നമ്മൾ തന്നെ എത്രയോ തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് ഒരു വാർത്ത കൂടിയാണ് ഇന്നത്തെ ഈ ഒരു സംഭവം. അതായത് വാഹനങ്ങൾ തികഞ്ഞ ജാഗ്രതയോടുകൂടി ഉപയോഗിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയാണ് ഇങ്ങനെ അടിക്കടി ആവർത്തിക്കുന്ന വാഹനങ്ങളുടെ തീപിടുത്തം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്ന്. കോഴിക്കോട് പൊയിൽക്കാവിൽ നിർത്തിയിട്ടിരുന്ന വൈദ്യുത സ്കൂട്ടറിന് തീപിടിച്ചതിന്റെ റിപ്പോർട്ട് നൽകുകയായിരുന്നു റിയാസ് കെ.എം.ആർ. പൊയിൽക്കാവ് സ്വദേശി പ്രകാശന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനാണ് തീപിടിച്ചിരിക്കുന്നത്. പ്രകാശിന് പരിക്കോ അപായമോ ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രകാശനും കുടുംബാംഗങ്ങളും സുരക്ഷിതരായിരിക്കുന്നുവെന്ന് റിയാസ് കെ.എം.ആർ. റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയത്ത് വൈദ്യുത സ്കൂട്ടറുകൾ ഇടയ്ക്കിടെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് റിയാസ് കെ.എം.ആർ. നൽകുകയും ചെയ്യുന്നു.